ഹായ്, എല്ലാവർക്കും നമസ്കാരം. സമീപകാലത്തായിട്ട് നടന്ന പരീക്ഷകൾ പരിശോധിക്കുമ്പം ഏറ്റവും കൂടുതൽ NCERT ഫാക്ട്സ് കടന്നു വരുന്ന ഒരു ഏരിയ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇന്ത്യൻ ജിയോഗ്രഫി. അപ്പോൾ ഇന്ത്യൻ ജിയോഗ്രഫിയിൽ NCERT ഫാക്ട്സുകൾ വരുന്നു, +1 കാര്യങ്ങൾ വരുന്നു. അതുകൊണ്ട് ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടെ ഡിഫിക്കൽട്ടി ആയിട്ട് മാറുന്നു എന്നൊക്കെ ഉദ്യോഗാർത്ഥികൾ പറയുന്നത് കേൾക്കുന്നുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഈ NCERT ഭാഗവുമായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധമുള്ള ഇന്ത്യൻ ജോഗ്രഫിയിലെ ഒരു പോർഷൻ, ഇന്ത്യൻ റിവർ സിസ്റ്റം എന്ന് പറയുന്ന ഭാഗം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചർച്ച ചെയ്താലോ? ഓക്കെ, നോക്കാം അല്ലേ? യെസ്. അപ്പം ഇന്ത്യൻ റിവർ സിസ്റ്റം എന്ന് പറയുന്ന ഭാഗം നമുക്ക് NCERTയിൽ ഒരുപാട് ഫാക്ട്സുകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, വളരെ വൈഡായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. സോ ആദ്യം തന്നെ ഇവിടെ പറയുന്ന ഒരു കാര്യമാണ് എന്ത്, നീരൊഴുക്ക് എന്ന് പറഞ്ഞൊരു ഭാഗത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് അല്ലേ? നീരൊഴുക്ക്, അതായത് ഡ്രെയിനേജ്. എന്താണ് ഒരു നീരൊഴുക്ക്? നദി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് തന്നെയാണ്, ഒരു ജലം ഒഴുകിപ്പോകുന്ന ഒരു കോൺസെപ്റ്റാണ്. സോ ഡ്രെയിനേജ് അല്ലെങ്കിൽ നീരൊഴുക്ക് എന്ന് പറഞ്ഞാൽ ഒരു നദിയുടെ ഒരു ഫോർമേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ആയിട്ട് നമുക്ക് പറയാം. എന്താണ് നീരൊഴുക്ക് എന്ന് പറഞ്ഞാൽ കൃത്യമായ ചാലുകളിലൂടെയുള്ള ജലത്തിൻ്റെ ഒഴുക്കിനെയാണ് നീരൊഴുക്ക് എന്ന് പറയുന്നത് അല്ലേ? ഒരു ചാലിലൂടെ എന്ത് ചെയ്യുന്നു, ജലം ഒഴുകിപ്പോകുന്നു. ജസ്റ്റ് ഒന്ന് നോക്കിക്കേ, മലകൾക്കിടയിലുള്ള ആ ഒരു ചാലിലൂടെ നീരൊഴുകിപ്പോകുന്നു, ജലം ഒഴുകുന്നു. അതിനെയാണ് എന്ത് വിളിക്കുന്നത്, നീരൊഴുക്ക് എന്ന് വിളിക്കുന്നത്, അതായത് ഡ്രെയിനേജ് എന്ന് പറയുന്നത്. റെഡി? കൃത്യമായ ചാലുകളിലൂടെയുള്ള ജലത്തിന്റെ ഒഴുക്കിനെയാണ് ഡ്രെയിനേജ് ഓർ നീരൊഴുക്ക് എന്ന് പറയുന്നത്. ഇനി എന്താ പറയുന്നത് വായിച്ചു നോക്കിയാലോ? ഇത്തരം നീരൊഴുക്കുകളുടെ ഒരു ശൃംഖലയെയാണ് നീരൊഴുക്ക് വ്യൂഹം അല്ലെങ്കിൽ ഡ്രെയിനേജ് സിസ്റ്റം എന്ന് വിളിക്കുന്നത്. ഇത്തരം നീരൊഴുക്കുകളുടെ ഒരു ശൃംഖലയെ വിളിക്കുന്ന പേരാണ് നീരൊഴുക്ക് വ്യൂഹം അല്ലെങ്കിൽ ഡ്രെയിനേജ് സിസ്റ്റം. യെസ്, നോക്കാം നമുക്ക് എന്താണ് ഇത്തരം നീരൊഴുക്കുകളുടെ ഒരു ശൃംഖല, നീരൊഴുക്ക് വ്യൂഹം എന്നറിയപ്പെടുന്നു. അതായത് ചിത്രത്തിലേക്ക് നോക്കിക്കേ, ഒരുപാട് നീരൊഴുക്കുകൾ വരുന്നു, എല്ലാം കൂടെ കൂടിച്ചേരുന്നു, അതിൻ്റെ ഒരു ശൃംഖല അവിടെ ഫോം ചെയ്യുന്നു. അതിനെ നമ്മൾ വിളിക്കുന്നു എന്ത്, ഡ്രെയിനേജ് സിസ്റ്റം എന്ന് നമ്മൾ വിളിക്കുന്നു, നീരൊഴുക്ക് വ്യൂഹം എന്ന് നമ്മൾ വിളിക്കുന്നു. ക്ലിയർ ആണെന്ന് കരുതുന്നു. ഓക്കെ, ഇനി ഒരു പ്രദേശത്തിന്റെ നീരൊഴുക്ക് മാതൃക എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്, ആ നീരൊഴുകുന്ന ഒരു രീതിയില്ലേ, അത് എന്തിനെയൊക്കെ ആശ്രയിച്ചിട്ടായിരിക്കും ആ നീര് ഒഴുകുക, എങ്ങോട്ട് ഒഴുകുക എന്ന് തീരുമാനിക്കുന്നത്. എന്തൊക്കെയാണ്? അതിലാദ്യം പറയുന്നു ഭൂവിജ്ഞാനീയ കാലഘട്ടത്തെ അടിസ്ഥാനമാക്കി. ഭൂവിജ്ഞാനീയ കാലഘട്ടം, ഇന്ത്യൻ ഫിസിയോഗ്രാഫി പഴക്കം ചെന്നതും പുതിയതും അല്ലെ കാലഘട്ടത്തെ ഡിപ്പെൻഡ് ചെയ്യുന്നു. സരസ്വതി നദിയെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? ഒരു കാലത്ത് സരസ്വതി നദി ഇതിൽ ഒഴുകിയിട്ടുണ്ടായിരുന്നു എന്നാണ് വിശ്വസിക്കുന്നത്. ഇപ്പോൾ ഭൂമിക്കടിയിലൂടെ ഒഴുകുന്നു എന്നാണ് വിശ്വസിക്കുന്നത്. അങ്ങനെ ഒരു നദി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉള്ളതായിട്ടാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കേട്ടിട്ടുണ്ടാവും, BC 1500 ആര്യന്മാര് ഇന്ത്യയിലെത്തി. അവർ പഞ്ചാബ് മേഖലയിലേക്കാണ് എത്തിച്ചേർന്നത്. ആര്യന്മാർ എന്തിന് പഞ്ചാബിൽ വന്നു? അവരുടെ പുണ്യനദി തേടിക്കൊണ്ട് ഇന്ത്യയിലെത്തി. ഏതാണ് അവരുടെ പുണ്യനദി? സരസ്വതി നദി അല്ലെ? സരസ്വതി നദി എന്ന് പറയുന്ന അവരുടെ പുണ്യനദിയെ തേടിക്കൊണ്ട് BC 1500 ആര്യന്മാര് പഞ്ചാബിലെത്തി. ഈ പഞ്ചാബിലെത്തിയിരിക്കുന്ന ആര്യന്മാര് പിന്നീട് എന്ത് ചെയ്തു? സരസ്വതി നദിയുടെ തീരത്തിലൂടെ സഞ്ചരിച്ച് അവരെവിടെ എത്തിച്ചേരുന്നു? മധ്യദേശത്ത് എത്തിച്ചേരുന്നു. മധ്യദേശം എന്ന് വെച്ചാൽ എവിടെയാണ്? ഉത്തർപ്രദേശിനെ ആയിരുന്നു ചരിത്രത്തിൽ മധ്യദേശം എന്ന് വിളിച്ചത് അല്ലെ? പിൽക്കാലത്ത് അത് യുണൈറ്റഡ് പ്രൊവിൻസ് ആയി മാറി, ഇപ്പൊ നമ്മുടെ ഉത്തർപ്രദേശായി മാറി. അപ്പൊ ആ മധ്യദേശത്ത് അവർ എത്തിച്ചേർന്നത് പഞ്ചാബിൽ നിന്ന് സരസ്വതി നദിയുടെ തീരത്തുകൂടെ സഞ്ചരിച്ചാണെന്ന് പറയുമ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ ശരിയാണ്. കാരണം ഉത്തർപ്രദേശിലെ അലഹബാദിൽ വെച്ചിട്ടാണ് ഭൂമിക്കടിയിലൂടെ സരസ്വതി നദി ഒഴുകി വന്ന് ഗംഗയിൽ പതിക്കുന്നത് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്, ആണല്ലോ. അതുപോലെ ഹിമാലയം, ഫിസിയോഗ്രാഫി പഠിക്കുന്ന സമയത്ത് നമ്മൾ അവിടെ പഠിക്കുന്നുണ്ട്, ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പർവ്വതനിരയായ ഹിമാലയം പ്രായം കുറഞ്ഞ അല്ലെ? കാരണം പണ്ട് അവിടെ ഒരു ഗ്രൗണ്ട് ആയിരുന്നു, ആ ഗ്രൗണ്ടിൽ ഒരു പർവ്വതം പൊന്തി വന്നു. ആ പർവ്വതം പൊന്തി വന്നപ്പോൾ സരസ്വതി അതിനടിയിലായിപ്പോയി. ആ ഒരു ഏരിയയിൽ നിന്ന് ഉത്ഭവിച്ചു വന്ന നദിയായിരുന്നു സരസ്വതി. അപ്പൊ ഹിമാലയ പർവ്വതം വളർന്നു വന്നപ്പോൾ ഈ നദി അതിനടിയിലായിപ്പോയി. അങ്ങനെയാണ് സരസ്വതി വറ്റിപ്പോയത്, ഇല്ലാതായത് എന്നാണ് വിശ്വസിക്കുന്നത് അല്ലെ? ഓക്കെ, ശിലകളുടെ സ്വഭാവവും ഘടനയും ഇതൊഴുകുന്ന പ്രദേശത്തെ ശിലകള് ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഈ നദി എങ്ങോട്ട് പോകണം എന്ന് തീരുമാനിക്കുന്നതിൽ ശിലകൾക്ക് വലിയൊരു സ്വാധീനമുണ്ട്.
അതുപോലെ പറയുന്നത് എന്താണ്? ശിലകളുടെ സ്വഭാവവും ഘടനയും ഭൂപ്രകൃതി സ്വാഭാവികമാണ്. ഭൂപ്രകൃതി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലെ? ഭൂമിയുടെ ഘടന അനുസരിച്ചാണ് ഒരു നീരൊഴുക്ക് എങ്ങോട്ട് പോകണമെന്ന് തീരുമാനിക്കുന്നത്. ചരിവ്, ചരിഞ്ഞ സ്ഥലത്തൂടെ അല്ലേ പോകുന്നതല്ലേ? നീരൊഴുക്കിന്റെ അളവ്, തുടർച്ച, ഇതെല്ലാം ഡിപ്പെൻഡഡ് ആണ് എന്ന കാര്യം ഓർത്തു വയ്ക്കും. അപ്പോൾ ഒരു പ്രദേശത്തിന്റെ നീരൊഴുക്ക് മാതൃക ഈ പറഞ്ഞ ഫാക്ട്സുകളുടെ എല്ലാത്തിൻ്റെയും ഫലമാണ് എന്ന കാര്യം ഓർത്തു വയ്ക്കുന്നു. സോ എന്താണ് നീരൊഴുക്ക് എന്ന് കണ്ടു, എന്താണ് നീരൊഴുക്ക് വ്യൂഹം എന്നും നമ്മൾ കണ്ടു. ഇതാണ് നമ്മുടെ നദികളെ കുറിച്ചുള്ള സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഫാക്ട്സ്. ഓക്കെ ആണെന്ന് കരുതുന്നു. യെസ്. അപ്പോൾ നമ്മൾ നമ്മുടെ സ്വാതന്ത്ര്യ ദിനം ആവാറായി, ഓണം വരാൻ പോവാണ്. ഓക്കെ, സൈലം നിങ്ങൾക്ക് വേണ്ടി എന്ത് തരുന്നു എന്ന് ചോദിച്ചാൽ ഒരു വലിയ ഒരു ഓഫർ തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. എന്താണ് ആ ഓഫർ എന്ന് ചോദിച്ചാൽ ഇതാ 50% ഡിസ്കൗണ്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പോവാണ്. എക്സാം ഓഫറായിട്ട് നിങ്ങൾക്ക് 50% ഡിസ്കൗണ്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. അത് ഏതൊക്കെ ബാച്ചിലാണ്? യെസ്, നമുക്ക് കാണാൻ പറ്റുന്നത് കമ്പനി ബോർഡ് LGS ബാച്ചിനും അതുപോലെ തന്നെ LDC ആൻഡ് VFA ബാച്ചിന്, ഈ ബാച്ചുകൾക്കെല്ലാം 50% ആണ് നിങ്ങൾക്ക് ഡിസ്കൗണ്ട്. നോക്കൂ, 1999 രൂപയുടെ ബാച്ച് വെറും 999 രൂപയ്ക്കും 1499 രൂപയുടെ ബാച്ച് 750 രൂപയ്ക്ക് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. സോ ഡോണ്ട് വേസ്റ്റ് ടൈം, എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക? യെസ്, എൻഷുർ യുവർ സീറ്റ്. യെസ്, അപ്പൊ നമ്മൾ നദികളെ കുറിച്ചൊരു ഇൻട്രോ പറഞ്ഞു അല്ലെ? ഒരു ഇൻട്രോ പറഞ്ഞു. നമുക്കൊരു നദി നമുക്കൊന്ന് പഠിച്ചു നോക്കിയാലോ? ഒരു നദി നമ്മളിവിടെ ആദ്യം എടുക്കുന്നത് തന്നെ നമ്മുടെ ദേശീയ നദിയാണ്, ഗംഗാ നദി വ്യൂഹത്തെ. അപ്പൊ ഗംഗാ നദിയുമായിട്ട് ബന്ധപ്പെട്ട ഫാക്റ്റുകൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്കൊന്ന് പഠിക്കാം അല്ലെ? വലിയ നദിയാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ദൂരം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്ന നദി, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ, ഇന്ത്യയിലൂടെ ഒഴുകുന്നതിൽ ഏറ്റവും നീളം കൂടിയതല്ല, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നീളമുള്ള, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്ന ഗംഗാ നദിയെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. സോ ഗംഗാ നദിയുടെ ലെങ്ത് പഠിക്കാൻ സുഖമാണ് അല്ലെ? കാരണം ഇതൊരു ഫാൻസി നമ്പറാണ്. 2525 കിലോമീറ്റർ നീളമുള്ള ഗംഗയെ കുറിച്ച് നമുക്കൊന്ന് പഠിച്ചാലോ? യെസ്. അപ്പോൾ ഗംഗയുമായിട്ട് ബന്ധപ്പെട്ട ഫാക്ട്സുകൾ നമ്മൾ സ്ലൈഡിൽ കൊടുത്തിരിക്കുന്ന കോണ്ടന്റ്സ് വായിക്കുന്നതിന് മുൻപ് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഈ നദിയെ ഒന്ന് മനസ്സിലാക്കാം. നദിയെ മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു ഇന്ത്യ, നമ്മുടെ രാജ്യം വരയ്ക്കാൻ പോവാണ്. ഞാൻ ആദ്യം പറയട്ടെ, എൻ്റെ ഇന്ത്യ അത്ര മികച്ച ഒരു ഇന്ത്യ ഒന്നുമല്ല, ഞാൻ അത്രയും നന്നായിട്ട് മാപ്പ് വരയ്ക്കുന്ന ഒരാളല്ല. എന്നാലും നമ്മുടെ കോൺസെപ്റ്റ് ഒന്ന് കിട്ടാൻ വേണ്ടി മാത്രം ഞാനൊരു ഇന്ത്യയെ വരയ്ക്കാൻ ശ്രമിക്കുകയാണ്. ഇന്ത്യ മോശമായാൽ ക്ഷമിക്കണം, വിരോധമൊന്നും തോന്നരുത്. ഓക്കെ, ഞാൻ ഇന്ത്യ വരയ്ക്കുമ്പോൾ എൻ്റെ മകള് പോലും എന്നോട് പറയാറുള്ളത് അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്ക് പോലെ ഉണ്ടെന്നാണ്. ഏകദേശം അങ്ങനെയൊക്കെ തന്നെ ആക്കി വെച്ചിട്ടുണ്ട്. സോ നമുക്ക് ആ നദി ഒന്ന് പഠിക്കാം അല്ലേ? സോ നമ്മൾ പഠിക്കാൻ പോകുന്ന ഗംഗാ നദി, ഇത് ഉത്ഭവിക്കുന്നത് ഇന്ത്യയിൽ നിന്ന് തന്നെയാണ്. കാരണം ഹിമാലയൻ നദികളിൽ പലതും ഉത്ഭവിക്കുന്നത് ടിബറ്റിൽ നിന്നൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. സോ ഇത് ഉത്ഭവിക്കുന്നത് ഇന്ത്യയിൽ നിന്നാണ്. ഇന്ത്യയിൽ നിന്നും ഉത്ഭവിക്കുന്ന 2525 കിലോമീറ്റർ നീളമുള്ള നമ്മുടെ ഗംഗ, ഇന്ത്യയിൽ നിന്ന് ഉത്ഭവിച്ചത് പോയി എവിടേക്ക് എത്തുന്നു? തൊട്ടപ്പുറത്തുള്ള രാജ്യത്തേക്കാണ് പോകുന്നത്. ഏതാ രാജ്യം? ഇവിടെ ആയിട്ടൊരു രാജ്യം ഉണ്ടെന്ന് നിങ്ങൾ കരുതണേ, ബംഗ്ലാദേശ്. ബംഗ്ലാദേശിൽ എത്തിച്ചേരുന്ന നമ്മുടെ ഗംഗാ നദിയിലേക്ക് മറ്റൊരു നദി കൂടെ ഉത്ഭവിച്ചു വരുവാണ്. ടിബറ്റിൽ നിന്നും ഉത്ഭവിച്ചു വരുന്ന നമ്മുടെ ഗംഗയും കൂടെ ബ്രഹ്മപുത്രയും ഒഴുകി വരും. ആ ബ്രഹ്മപുത്ര ഒഴുകി വന്നിട്ട് രണ്ടും കൂടെ ജോയിൻ ചെയ്ത് ഒരു നദിയായി മാറി അത് ബംഗാൾ ഉൾക്കടലിൽ പോയി പതിക്കുകയാണ് ചെയ്യുന്നത്. സോ ഇങ്ങനെയാണ് നമ്മുടെ നദി ഒഴുകുന്നത്. ഏത് നദി? നമ്മുടെ ഗംഗാ നദി ഒഴുകുന്നത്. സോ നമ്മുടെ ഇമേജിൽ നമ്മൾ കാണുന്ന ഈ ബ്ലൂ കളറിൽ വരച്ചിരിക്കുന്ന നദിയാണ് ഇത് ഗംഗ. വയലറ്റ് കളറിൽ വരച്ചിരിക്കുന്ന നദിയാണ് ഏത്? യെസ്, ബ്രഹ്മപുത്ര. ഈ രണ്ട് നദികളും കൂടെ ജോയിൻ ചെയ്യുന്ന ഒരു ഏരിയ ഇല്ലേ? ഈ ജോയിൻ ചെയ്യുന്ന സ്ഥലത്ത്, രണ്ട് നദികളുടെയും ജോയിൻ ചെയ്യുന്ന സ്ഥലത്തായിട്ട് ഇവിടെ അടിഞ്ഞുകൂടുന്ന കുറച്ച് ഡെപ്പോസിറ്റ് ഉണ്ട് അല്ലെ? ഡെൽറ്റകളുണ്ട്. ഈ സാധനത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സുന്ദർബൻസ് എന്ന് വിളിക്കുന്നത് അല്ലെ? സുന്ദർബൻസ് ഡെൽറ്റ.
ഈ ഇരു നദികളുടെയും ഇടയിലായിട്ട് സ്ഥിതി ചെയ്യുന്ന അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഈ ഏരിയയാണ് നമ്മൾ സുന്ദർബൻസ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡെൽറ്റകളിൽ ഒന്നാണ് ഏത്? നമ്മുടെ സുന്ദർബൻസ് ഡെൽറ്റ അല്ലേ. സോ ഇതിന്റെ ഒരു ഒറിജിൻ മാത്രമാണ് കാണിച്ചിരിക്കുന്നത്. നമുക്ക് വേണ്ടത് ഗംഗയല്ലേ. സോ ഗംഗയിലേക്ക് മാത്രമായിട്ടൊന്ന് നോക്കിക്കേ. നമ്മുടെ ഗംഗാ നദി ഒഴുകുന്ന സ്റ്റേറ്റ്സ് നമുക്കൊന്ന് പരിചയപ്പെടാം. ഉത്തരാഖണ്ഡിൽ നിന്നുമാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഉത്തരാഖണ്ഡിൽ നിന്നും പിന്നീട് ഇത് പോകുന്നത് ഉത്തർപ്രദേശിലേക്കാണ്. ഉത്തർപ്രദേശിൽ നിന്നും പിന്നീട് ബീഹാറിലേക്ക് പോകുന്നു. ബീഹാറിൽ നിന്നും പിന്നീട് വെസ്റ്റ് ബംഗാൾ. അപ്പൊ ഇത് ഒഴുകുന്ന സ്റ്റേറ്റ്സ് ഏതൊക്കെയാണ്? ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ, വെസ്റ്റ് ബംഗാൾ. ഈ 4 സംസ്ഥാനത്തിലൂടെ ഒഴുകിയ ശേഷം ഇത് ബംഗ്ലാദേശിലേക്ക് പോവും. ബംഗ്ലാദേശിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഗംഗയല്ല, ബംഗ്ലാദേശിൽ എത്തിക്കഴിഞ്ഞാൽ ഇതിന്റെ പേര് പത്മ എന്നാണ്. പത്മ നമുക്കറിയാലോ, ബ്രഹ്മപുത്ര ജമുന എന്ന പേരിൽ ഒഴുകുന്നു. അതുപോലെ ഗംഗ ബംഗ്ലാദേശിൽ ഒഴുകുന്ന പേരാണ് എന്ത്? പത്മ. അങ്ങനെ ഈ നദി ഒഴുകി ബ്രഹ്മപുത്രയുമായി ജോയിൻ ചെയ്ത് ഒരു നദിയായി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. അതിന്റെ ആ ഒരു ജോയിനിങ് ഏരിയയിലായിട്ടാണ് സുന്ദർബൻസ് ഡെൽറ്റ കാണപ്പെടുന്നത്. ഇതാണ് ഇതിന്റെ ഒരു ഔട്ട്ലൈൻ. ക്ലിയർ? നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാലോ? നോക്കാം അല്ലേ? യെസ്. അപ്പൊ നമുക്ക് ആദ്യം ആ സ്റ്റേറ്റ്സ് ഒക്കെ ഒന്ന് ഡിവൈഡ് ചെയ്ത് വെക്കാം. സോ ദ ഫസ്റ്റ് സ്റ്റേറ്റ് ഏതാണ്? ഉത്തരാഖണ്ഡ് ആണ് അല്ലെ. ഓക്കെ, ഉത്തരാഖണ്ഡിന്റെ ബൗണ്ടറി ഞാൻ ആദ്യം ഒന്ന് വരയ്ക്കുന്നു. ഉത്തരാഖണ്ഡ് എന്ന് പറയുന്ന സ്റ്റേറ്റ് ആണ് ആദ്യം തന്നെ കാണിച്ചിരിക്കുന്നത്. സോ ഞാൻ അവിടെ ഒന്ന് എഴുതി വെച്ചേക്കാം. ഉത്തരാഖണ്ഡ് ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. ഏറ്റവും ടോപ്പിൽ എഴുതുന്നു. ഉത്തരാഖണ്ഡ് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തൊരു സ്റ്റേറ്റിലേക്ക് പോവാണ്. ദ സെക്കൻഡ് സ്റ്റേറ്റ് വി ഹാവ് UP, ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശ് കാണിച്ചു. ദെൻ തേർഡ് സ്റ്റേറ്റ് ബീഹാർ. ദെൻ വെസ്റ്റ് ബംഗാൾ. വെസ്റ്റ് ബംഗാൾ കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ റിവർ, നമ്മുടെ ഗംഗ ഒഴുകുന്നത് ബംഗ്ലാദേശിലേക്കാണ്. ബംഗ്ലാദേശ് നമുക്കറിയാം. ബംഗ്ലാദേശിൽ എത്തിക്കഴിഞ്ഞാൽ ഈ ഒരു കോർണർ ഏരിയയിലായിട്ടാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? ബേ ഓഫ് ബംഗാൾ അല്ലെ. ബംഗാൾ ഉൾക്കടൽ ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. സോ ഞാൻ ആ ബേ ഓഫ് ബംഗാൾ ഇവിടുന്ന് മാപ്പ് ചെയ്യാണ്. ക്ലിയർ? ബംഗാൾ ഉൾക്കടല് കാണിച്ചിട്ടുണ്ട്. റെഡി? അപ്പൊ ഇത്രയും ഏരിയയിലൂടെ നമ്മുടെ ഗംഗാ നദി ഉത്ഭവിച്ചൊഴുകി പോകുന്നത് നമുക്കൊന്ന് അതിവേഗത്തിൽ എന്ത് ചെയ്യാം? നമുക്കൊന്ന് പഠിച്ചു നോക്കാം അല്ലെ. ഓക്കെ, ലിസൺ. ഓക്കെ, അപ്പൊ ഉത്തരാഖണ്ഡ് എന്ന് പറയുമ്പോൾ ഒരു ഹൈ റേഞ്ച് ആണ്. ഹിമാലയവുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണ്. മഞ്ഞു മൂടി കിടക്കുന്ന സംസ്ഥാനമാണ്. സോ ഉത്തരാഖണ്ഡ് എന്ന് പറയുന്ന സംസ്ഥാനത്തിന്റെ മുകൾ ഭാഗത്തായിട്ട് മഞ്ഞിനിടയിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്, ഹിമാനികളുണ്ട്, ഗ്ലേഷ്യേഴ്സ് ഉണ്ട്. നമ്മൾ അതിൽ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന ഒരു ഗ്ലേഷ്യർ ആണ്, ഒരു ഹിമപാടമാണ് ഈ കാണുന്ന. ഇതിന്റെ പേരാണ് ഗംഗോത്രി. ഗംഗോത്രി എന്നാണ് ഇതിന്റെ പേര്. ആ ഗംഗോത്രി എന്ന് പറയുന്ന ഹിമപാടത്തിനുള്ളിൽ ഒരു കേവ് സ്ഥിതി ചെയ്യുന്നതായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക. ആ കേവിന്റെ പേരാണ് ഗോമുഖ് അല്ലെങ്കിൽ ഗായ് മുഖ്. ഈ ഉത്തരാഖണ്ഡ് തന്നെ പീക്ക് റേഞ്ചിലായിട്ട് സ്ഥിതി ചെയ്യുന്ന മറ്റൊരു ഗ്ലേഷ്യറും കൂടെ ഞാൻ കാണിക്കുന്നു. ഇതിന്റെ പേരാണ്, ഈ ഒരു ഗ്ലേഷ്യറിന്റെ പേര് കൂടെ ഞാൻ പറയുവാണ്. ഈ ഗ്ലേഷ്യറിന്റെ പേരാണ് ശതോപാന്ത്. ശതോപാന്ത് എന്ന് പറയുന്ന ഹിമപാടം ബദരീനാഥിനടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു ഹിമപാടമാണ് ബദരീനാഥ്. ഓക്കെ, നമുക്കറിയാം ഒരു ഉത്തരാഖണ്ഡിലെ ഏറ്റവും ഫേമസ് പിൽഗ്രിം സെന്റേഴ്സിൽ ഒന്നാണ് ബദരീനാഥ്, കേദാർനാഥ്. മലയാളി ആയിട്ടുള്ള നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സ്ഥലവും കൂടിയാണ്. കാരണം കാലടിക്കാരനായിട്ടുള്ള ശങ്കരാചാര്യരുടെ അദ്ദേഹത്താൽ അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് ബദരീനാഥ് അല്ലെ. ബദരീനാഥ് കാരണം അദ്ദേഹം അവിടെയാണ് ജ്യോതിർമഠം സ്ഥാപിച്ചിരിക്കുന്നത്. ശങ്കരാചാര്യരുടെ സമാധി സ്ഥിതി ചെയ്യുന്നത്, കാലടിക്കാരനായ മലയാളിയായ ശങ്കരാചാര്യരുടെ സമാധി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് കേദാർനാഥിലാണ്. പോപ്പുലർ ആയിട്ടുള്ള സ്ഥലമാണ്.
അപ്പം ഈ ശതോപാന്ത് എന്ന് പറയുന്ന ആ ഒരു ഗ്ലേഷ്യറും നിങ്ങൾ കണ്ടു. ഇനി ശ്രദ്ധിച്ചോളൂ, നമ്മുടെ ഈ ഗ്ലേഷ്യറിൽ നിന്ന്, അതായത് ഗായ്മുഖ് അല്ലെങ്കിൽ ഗോമുഖ് എന്നറിയപ്പെടുന്ന ഈ ഗ്ലേഷ്യറിൽ നിന്നും ഒരു നദി ഉത്ഭവിച്ച് താഴേക്ക് വരികയാണ്. ഒരു നദി ഉത്ഭവിച്ച് താഴേക്ക് വരുന്നു. ഈ ഹിമപാടത്തിൽ നിന്നും ഉത്ഭവിച്ച് വരുന്ന ആ നദിയാണ് നമുക്ക് പഠിക്കാനുള്ള നദി. യെസ്, ഈ വരുന്ന നദി. ഈ വരുന്ന നദിയുടെ പേരെന്ത് എന്ന് ചോദിച്ചാൽ ഇതിന്റെ പേരാണ് ഭാഗീരഥി. ഭാഗീരഥി നദിയാണ് ഈ കാണുന്നത്. ഭാഗീരഥിയാണിത്. അതേപോലെ തന്നെ നമ്മുടെ ശതോപാന്ത് എന്ന് പറയുന്ന ഹിമപാടത്തിൽ നിന്നും മറ്റൊരു നദി ഉത്ഭവിച്ചു വരുന്നതായിട്ട് കാണാൻ പറ്റും. ശതോപാന്തിൽ നിന്നും ഉത്ഭവിച്ചു വരുന്ന ആ നദിയുടെ പേരാണ് അളകനന്ദ. ഈ വരുന്ന നദിയാണ് അളകനന്ദ. അളകനന്ദ എന്നാണ് ഈ നദിയുടെ പേര്, അല്ലെ? അങ്ങനെ വരുന്ന ഭഗീരഥി, അളകനന്ദ. അളകനന്ദയിലേക്ക് വീണ്ടും ഒരുപാട് ട്രിബ്യൂട്ടറീസ് ഒക്കെ വരുന്നുണ്ട്. ധൗളി ഗംഗ, പിണ്ടാറ്, മന്ദാകിനി എല്ലാം വന്നിട്ട് അളകനന്ദയിലേക്ക് ജോയിൻ ചെയ്യുന്നുണ്ട്. എല്ലാം കൂടെ നമുക്ക് ഈ ഒരു ഇമേജിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ ഒരു പ്രയാസം ഉള്ളത് കൊണ്ടാണ്. എന്തായാലും ഒഴുകി വരുന്ന 2 നദികളെ കണ്ടു. അതിൽ ഭാഗീരഥി അതൊരു ഇമ്പോർട്ടന്റ് നദിയാണ്. കാരണം ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ടുകളിൽ ഒന്നായ തെഹ്രി ഡാം ഒക്കെ സ്ഥിതി ചെയ്യുന്നത് നമ്മൾ ഈ കണ്ടിരിക്കുന്ന ഭാഗീരഥിയിലാണ് കേട്ടോ. ഈ നദിയിലായിട്ടാണ് തെഹ്രി ഡാം ഒക്കെ സ്ഥിതി ചെയ്യുന്നത് എന്ന കാര്യം കൂടെ ഓർത്തു വെക്കുക. തെഹ്രി ഡാം. സോ എന്തായാലും ഇവിടെ വെച്ച് നോക്കൂ, ഇവിടെ വെച്ച് ഈ 2 നദികളും കൂടെ ജോയിൻ ചെയ്യുവാണ്. ഇവിടെ വെച്ച് ഈ സ്ഥലത്തിന്റെ പേരാണ് ദേവപ്രയാഗ്. ഉത്തരാഖണ്ഡിലെ ദേവപ്രയാഗിൽ വെച്ച് ഭഗീരഥിയും അളകനന്ദയും കൂടെ ജോയിൻ ചെയ്യുന്നു. ജോയിൻ ചെയ്തിട്ട് 2ഉം കൂടെ ഒരു നദിയായിട്ട് മാറുന്നു. ജോയിൻ ചെയ്ത് 2ഉം കൂടെ ഒന്നായി മാറിയല്ലോ. ആ ഒന്നായി മാറിയതിന്റെ പേരാണ് ഗംഗ. ഭഗീരഥിയും അളകനന്ദയും ജോയിൻ ചെയ്തിട്ടാണ് എന്തായി മാറുന്നത്? ഗംഗയായി മാറുന്നത്. ആ ഗംഗ വീണ്ടും മുന്നോട്ട് പോയിട്ട് എത്തിച്ചേരുന്നത് അടുത്ത പട്ടണത്തിലാണ്. പട്ടണത്തിന്റെ പേരാണ് ഹരിദ്വാർ. ഹരിദ്വാറിന് മുൻപ് ഋഷികേശ് ഉണ്ട്. ഋഷികേശ് കഴിഞ്ഞിട്ടാണ് ഹരിദ്വാറിൽ വരുന്നത്. സോ ഗംഗ എന്ന പേരിൽ ഒഴുകാൻ തുടങ്ങുമ്പോൾ ആദ്യം എത്തിച്ചേരുന്നത് എന്താണ്? ഋഷികേശിലാണ്. ദെൻ ഹരിദ്വാറിൽ. രണ്ടും എന്താണ്? നമ്മുടെ തീർത്ഥാടന കേന്ദ്രങ്ങളാണല്ലേ, ഹെറിറ്റേജ് സിറ്റീസ് കൂടെയാണ് ഋഷികേശും ഹരിദ്വാറും ഒക്കെ. സോ ട്വിൻ ഹെറിറ്റേജ് സിറ്റീസ് ഋഷികേശ് ആൻഡ് ഹരിദ്വാർ. ആ സിറ്റികളിലൂടെയൊക്കെ ഒഴുകിയ ശേഷം നമ്മുടെ നദി എന്ത് ചെയ്യുന്നു? യെസ്, ഒരു വലിയൊരു മാറ്റത്തിലേക്ക് പോവുകയാണ്. എന്താണ് ആ മാറ്റം എന്ന് ചോദിച്ചാൽ, ഹരിദ്വാറിന് മുകളിലേക്കാണ് എന്ത്? പർവ്വതം. ഉത്തരാഖണ്ഡിന്റെ അടിവാരമാണ് ഹരിദ്വാർ, അല്ലെ? ഹരിദ്വാറിന് മുകളിലേക്കാണ് പർവ്വതം എന്ന് പറയുമ്പോൾ ഈ നദി ഹരിദ്വാർ വരെ വെള്ളച്ചാട്ടം പോലെ ഒഴുകി വന്നു. ഹരിദ്വാറിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ചാടാൻ സ്ഥലമില്ല. പിന്നെ പ്ലെയിൻസ് ആണ്, സമതലമാണ്. സമതലത്തിലേക്ക് എൻ്റർ ചെയ്തു. ആ സമതലത്തിലൂടെയാണ് ഇനി നമ്മുടെ എന്തൊഴുകാൻ പോകുന്നത്? ഗംഗ ഒഴുകാൻ പോകുന്നത്, അല്ലേ? അപ്പൊ നോക്കിക്കോ, സമതലത്തിലൂടെ നമ്മുടെ ഗംഗ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സമതലത്തിലൂടെ ഈ നദി ഒഴുകി 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 എവിടെ എത്തി? വെസ്റ്റ് ബംഗാളിലെത്തി. സമതലത്തിലൂടെ ഒഴുകുന്ന UP, ബീഹാർ, വെസ്റ്റ് ബംഗാളിലെത്തി. വെസ്റ്റ് ബംഗാളിലെത്തുമ്പോൾ നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന ഗംഗാ നദിക്ക് കുറുകെ ഒരു ബാരിക്കേഡ് നിർമ്മിച്ചതായിട്ട് കാണാൻ പറ്റും. ഒരു തടയണ നിർമ്മിച്ചതായിട്ട് കാണാൻ പറ്റും. ഈ തടയണ വെസ്റ്റ് ബംഗാളിലാണ്. മൂർഷിദാബാദ് എന്ന് പറയുന്ന ഒരു ജില്ലയുണ്ടല്ലേ ബംഗാളിൽ. ഈ മൂർഷിദാബാദ് എന്ന് പറയുന്ന ജില്ല, ആ ഒരു ജില്ലയിലേക്ക് വേണ്ട ഇറിഗേഷൻ പ്രൊജക്ടിന് വേണ്ടി സ്ഥാപിച്ചിരിക്കുന്ന ഒരു തടയണയാണ്. തടയണയുടെ പേര് എക്സാമിൽ പലപ്പോഴും ചോദിച്ചിട്ടുണ്ടല്ലേ. എന്താ പേര്? ഫറാക്ക ബാരേജ്. ഈ ഫറാക്ക ബാരേജ് പിന്നിട്ട് നമ്മുടെ ഗംഗ എന്ത് ചെയ്യുന്നു? ഗംഗ ഒഴുകി ബംഗ്ലാദേശിലേക്ക് പോകുന്നു. ബംഗ്ലാദേശിലേക്ക് പോയി, അല്ലെ? ബംഗ്ലാദേശിൽ എത്തിക്കഴിഞ്ഞാൽ നദിയുടെ പേര് മാറി എന്ന് പറഞ്ഞു. പേരെന്താണ്? ബംഗ്ലാദേശിലെ പേര് പത്മ എന്നാണ്, അല്ലെ? പത്മ. ബംഗ്ലാദേശിലെത്തി, അവിടെ പത്മയായി. ഈ പത്മയിലേക്ക് ആര് വന്നു ചേർന്നു? പത്മയിലേക്ക് ജമുന വന്നു ചേർന്നു. ജമുന വന്നു ചേർന്നു. 2 പേരും കൂടെ ഒരു നദിയായി മാറി ഒഴുകി എവിടെ പതിച്ചു? ബംഗാൾ ഉൾക്കടലിൽ പോയി പതിച്ചു. ഈ 2 റിവേഴ്സും കൂടെ ജോയിൻ ചെയ്യുന്ന ഈ ഒരു ഏരിയയിൽ
ഏറ്റവും കൂടുതൽ ഡെപ്പോസിറ്റ് നടത്തുന്നത് നമ്മുടെ ഗംഗയാണ്. ഡെപ്പോസിറ്റ് നടന്നുകൊണ്ടേ ഇരിക്കുവാണ്, അതായത് വളർന്നുകൊണ്ടേ ഇരിക്കുവാണ്. ഇങ്ങനെ ഡെപ്പോസിറ്റ് നടന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന ആ സ്ഥലത്തിന്റെ പേരാണ് എന്ത്? യെസ്, സുന്ദർബൻസ്. ഈ സ്ഥലത്തിന്റെ പേരാണ് സുന്ദർബൻസ്. സുന്ദരി എന്ന് പറയുന്ന കണ്ടൽക്കാടുകൾക്ക് പ്രസിദ്ധമായതുകൊണ്ട് കിട്ടിയിരിക്കുന്ന പേരാണ് സുന്ദർബൻ, അല്ലെ? ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റയാണ്. കാരണം അതിന്റെ ഒരു ഷേപ്പ് നോക്കിയാൽ മതി, ഡെൽറ്റ ആംഗിളിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റയാണ്. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഡെൽറ്റയാണ്. ബംഗ്ലാദേശിലും ഇന്ത്യയിലുമായിട്ട് സ്ഥിതി ചെയ്യുന്ന ഈ ഡെൽറ്റയുടെ മെജോറിറ്റി പോർഷൻ ഇന്ത്യയിൽ വെസ്റ്റ് ബംഗാളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. റോയൽ ബംഗാൾ കടുവകൾക്കും ഒരുപാട് മുതലകൾക്കുമൊക്കെ സംരക്ഷണത്തിനായിട്ട് പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു ഡെൽറ്റ ഇതൊരു റാംസാർ പട്ടികയിൽ ഇടം നേടിയിട്ടുള്ള ഒരു സൈറ്റ് കൂടെയാണ് എന്നും കൂടെ നിങ്ങൾ ഓർത്തു വെക്കുക. ഈ സുന്ദർബൻസ് വളർന്നുകൊണ്ടിരിക്കുകയാണ്, കാരണം ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ ഡെപ്പോസിഷൻ നടക്കുന്നത് നമ്മുടെ ഗംഗ കാരണമാണ്. സോ നമ്മുടെ ഗംഗയുടെ ഉത്ഭവം, ഇറ്റ്സ് ഒറിജിൻ, അല്ലെ, നമ്മൾ കണ്ടു. അതുപോലെ മൗത്ത്, പതനം, അതും നമ്മൾ കണ്ടു. ഇനി നോക്കൂ, ഇത് പതിക്കുമ്പോൾ ഈ നദിയുടെ ഉത്ഭവം എങ്ങനെയായിരുന്നു? രണ്ട് നദികൾ ജോയിൻ ചെയ്തിട്ടാണ് ഗംഗ ഫോം ചെയ്തത് എന്ന് പറയുന്നത് പോലെ രണ്ട് നദികളായി പിരിഞ്ഞിട്ടാണ് ഗംഗ അവസാനിക്കുന്നത്. രണ്ട് നദികളായി തന്നെ പിരിയുന്നു. നോക്കിക്കോളൂ, വെസ്റ്റ് ബംഗാളിൽ വെച്ച് നമ്മുടെ നദി രണ്ടായിട്ട് പിരിയുന്നു. ആ പിരിയുന്നതിൽ ഒരെണ്ണമാണ് ഈ കാണുന്നത്. ആ പിരിഞ്ഞു പോകുന്ന നദി ബേ ഓഫ് ബംഗാളിലേക്കാണ് പതിക്കുന്നത്. ബേ ഓഫ് ബംഗാളിലേക്ക് പതിക്കുന്നത് ഇന്ത്യയിൽ വെച്ചാണ്, വെസ്റ്റ് ബംഗാളിൽ വെച്ചാണ്. ആ പതനസ്ഥാനത്തിന്റെ പേര് എന്ത് എന്ന് ചോദിച്ചാൽ ആ പതനസ്ഥാനത്തിന്റെ പേരാണ് കൊൽക്കത്ത. ഓക്കെ, കൊൽക്കത്തയിൽ വെച്ചാണ് ഈ നദി എന്ത് ചെയ്യുന്നത്? ഇത് അവസാനിക്കുന്നത്, പതിക്കുന്നത് എന്ന കാര്യം കൂടെ മനസ്സിലാവും. അപ്പൊ ആ കൊൽക്കത്തയിലേക്ക് പോയി പതിച്ച ആ ഒരു ഡിസ്ട്രിബ്യൂട്ടർ, അല്ലെ, അതിന്റെ ഒരു കൈവഴിയാണ് കണ്ടിരിക്കുന്നത്. ആ കൈവഴിയുടെ പേര് ഇമ്പോർട്ടന്റ് ആണ്. ആ കൈവഴിയുടെ പേരാണ് ഹൂഗ്ലി നദി. ഹൂഗ്ലി എന്നാണ് ആ നദിയുടെ പേര്, ഹൂഗ്ലി. ഹൂഗ്ലി എന്ന് പറയുന്ന നദിക്ക് പ്രാധാന്യമുണ്ട് കേട്ടോ. കാരണം ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ജൂട്ട്, ചണം കൃഷിയൊക്കെ നടക്കുന്നത് ഈ നദിയുടെ തീരത്താണ്, ഹുഗ്ലി നദിയുടെ തീരത്താണ്. കൊൽക്കത്ത പട്ടണം സ്ഥിതി ചെയ്യുന്നത് ഹുഗ്ലി നദിയുടെ തീരത്താണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തൂക്കുപാലങ്ങളിൽ ഒന്ന് ഈ നദിക്ക് കുറുകെയാണ് സ്ഥിതി ചെയ്യുന്നത്. അത്രയും പ്രാധാന്യമുണ്ട്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ നദീജന്യ തുറമുഖമായിട്ടുള്ള ഹാൽഡിയ, കൊൽക്കത്ത ഓർ ശ്യാമ പ്രസാദ് മുഖർജി തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഈ നദിയിലാണ്, ഹുഗ്ലി നദിയിലാണ്. ഓക്കെ, അപ്പം ആരംഭവും അവസാനവും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗം നമ്മുടെ ഗംഗാ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട സിറ്റീസ് ഏതൊക്കെയാണ്, പ്രധാന പട്ടണങ്ങൾ ഏതൊക്കെയാണ്, നമുക്ക് നോക്കിയാലോ. ഉത്തരാഖണ്ഡിൽ ഏതായാലും നമ്മൾ ഹരിദ്വാർ കണ്ടു. നമുക്ക് യു പിയിലേക്ക് ഒന്ന് കയറി നോക്കാം. യു പിയിലെ ഏറ്റവും വലിയ പട്ടണം സ്ഥിതി ചെയ്യുന്നത് ഗംഗയുടെ തീരത്താണ്. യു പിയിലെ ഏറ്റവും വലിയ പട്ടണത്തിന്റെ പേരാണ് കാൺപൂർ, അല്ല, കാൺപൂർ, ദ ഇൻഡസ്ട്രിയൽ ക്യാപിറ്റൽ ആൻഡ് ദ ഫിനാൻഷ്യൽ ക്യാപിറ്റൽ ഓഫ് യു പി എന്നൊക്കെ അറിയപ്പെടുന്ന സ്ഥലമാണ് കാൺപൂർ സിറ്റി. ദ നെക്സ്റ്റ് വൺ കാശി, അല്ലെങ്കിൽ ബനാറസ്, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ വിളിക്കും വാരണാസി, അല്ലെ. വീണ്ടും യു പിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇനി കാണുന്ന അടുത്ത സിറ്റിയാണ് അലഹബാദ് ഓർ പ്രയാഗ്രാജ്. ഗംഗയുമായിട്ട് സംഗമങ്ങൾ നടക്കുന്ന സ്ഥലത്തൊക്കെയാണ് പ്രയാഗ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നത്. സോ ദീസ് ആർ ദ മേജർ സിറ്റീസ് ഓൺ ദി ബാങ്ക്സ് ഓഫ് ഗംഗ ഇൻ യു പി. ദ ഫസ്റ്റ് വൺ കാൺപൂർ, ദ സെക്കൻഡ് വൺ കാശി, ആൻഡ് ഫൈനലി ദ തേർഡ് സിറ്റി അലഹബാദ്. ബീഹാറിലേക്ക് ഒന്ന് എൻട്രി ചെയ്ത് നോക്കാം. ബീഹാറിലെ കാണുന്ന സിറ്റീസ് ഏതൊക്കെയാണ്? ഓക്കെ, ബീഹാറിലെ പ്രധാനപ്പെട്ട സിറ്റിയാണ് പാട്ന. ഓക്കെ, ദീസ് ആർ ദ മേജർ സിറ്റീസ് ഓൺ ദി ബാങ്ക്സ് ഓഫ് ഗംഗ: ഹരിദ്വാർ, കാൺപൂർ, കാശി, അലഹബാദ്, പാട്ന. ദെൻ ഹുഗ്ലിയുടെ തീരത്ത് കൊൽക്കത്ത. ക്ലിയർ ആണെന്ന് കരുതുന്നു. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഈ ഗംഗയുടെ പ്രധാനപ്പെട്ട ട്രിബ്യൂട്ടറീസ് ആണ്, പ്രധാന പോഷക നദികളാണ്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ട്രിബ്യൂട്ടറീസ് മാത്രമേ നോക്കാനുള്ള സ്ഥലമേ നമ്മുടെ ചിത്രത്തിലുള്ളൂ.
ബാക്കി കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സ്ലൈഡിലൂടെ നമുക്ക് പരിചയപ്പെടാം. ഏറ്റവും പ്രധാനപ്പെട്ട ട്രിബ്യൂട്ടറീസ് ഞാനിവിടെ കാണിക്കാം. നോക്കാം നമുക്ക് ഏതൊക്കെയാണ്. ഗംഗയുടെ ട്രിബ്യൂട്ടറി എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം പഠിക്കേണ്ട ട്രിബ്യൂട്ടറി ഏതാ? ഏറ്റവും പ്രധാനപ്പെട്ട ട്രിബ്യൂട്ടറി ഏതാ? അത് യമുനയാണ് അല്ലേ? യെസ്, യമുന നദിയാണ്. നമുക്ക് ആദ്യം ഈ യമുനയെ തന്നെ ഒന്ന് നോക്കാം. ശ്രദ്ധിച്ചോളൂ. ഈ ഒഴുകി വന്ന് ചേരുന്ന, അലഹബാദിൽ വെച്ച് ചേരുന്ന പോഷക നദിയാണ് യമുന. പണ്ടുകാലത്ത് കാളിന്തി എന്നറിയപ്പെട്ട നദിയായിരുന്നു അല്ലെ. ഇതാണ് ഗംഗയുടെ ഏറ്റവും നീളം കൂടിയ ട്രിബ്യൂട്ടറി. ഏകദേശം 1376 കിലോമീറ്റർ ദൈർഘ്യം, അത്രയും നീളമുള്ള ഒരു നദിയാണ് കാളിന്തി, അല്ലെങ്കിൽ ഇപ്പോഴത്തെ നമ്മുടെ യമുന. അലഹബാദിൽ വെച്ച് ജോയിൻ ചെയ്യുന്നു. അവിടെ മറ്റൊരു കോൺസെപ്റ്റ് കൂടെ ഉണ്ട്. ആ സ്ഥലത്ത് വെച്ച് തന്നെ ഭൂമിക്കടിയിലൂടെ ആര് വരുന്നു എന്നാണ് നമ്മൾ സങ്കല്പിക്കുന്നത്? സരസ്വതി നദി വന്നു ചേരുന്നു എന്ന് സങ്കല്പിക്കുന്നു അല്ലെ. അങ്ങനെ ഗംഗയും യമുനയും സരസ്വതിയും കൂടെ കൂടിച്ചേരുകയാണ് ഇവിടെ വെച്ച്, അലഹബാദിൽ വെച്ച്. അതുകൊണ്ടാണ് ആ സ്ഥലത്തെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ത്രിവേണി സംഗമം എന്ന് വിളിക്കുന്നത്. ത്രിവേണി സംഗമം. ഗംഗ, യമുന, സരസ്വതി ജോയിൻ ചെയ്യുന്നു. ക്ലിയർ? അപ്പൊ ഏറ്റവും വലിയ നദിയായ, പോഷക നദിയായ യമുനയ്ക്കും ഉണ്ടാവില്ലേ ട്രിബ്യൂട്ടറീസ്? ഏതൊക്കെയാണ് യമുനയുടെ പോഷക നദികൾ? ഒന്ന് ചമ്പൽ, മറ്റൊന്ന് ബേത്തുവ. ചമ്പൽ, ബേത്തുവയൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ട്രിബ്യൂട്ടറീസ്. അതുപോലെ തന്നെ ഈ യമുനാ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട സിറ്റികളാണ് ഒന്ന് ഡൽഹി, മറ്റൊന്ന് ആഗ്ര, ഉത്തർപ്രദേശിലെ മധുര. ഇതൊക്കെ സ്ഥിതി ചെയ്യുന്നത് ഈ യമുനാ നദിയുടെ തീരത്താണ് കേട്ടോ. സോ ട്രിബ്യൂട്ടറീസിനെ കുറിച്ച് പറഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട ട്രിബ്യൂട്ടറി ആയ യമുനാ നദിയെ കുറിച്ചാണ് നമ്മൾ ആദ്യം പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത ട്രിബ്യൂട്ടറി ഏതാ? ഉത്തരാഖണ്ഡിലൂടെ ഒഴുകി വന്ന് ഉത്തർപ്രദേശിൽ വെച്ച് നമ്മുടെ ഗംഗയിൽ എത്തിച്ചേരുന്ന ഒരു ട്രിബ്യൂട്ടറി ഉണ്ടല്ലോ. ഏതാണത്? അതിന്റെ പേരാണ് രാംഗംഗ. രാംഗംഗ എന്നാണ് ട്രിബ്യൂട്ടറിയുടെ പേര് അല്ലെ. രാംഗംഗ എന്ന് പറഞ്ഞ നദിയുടെ പ്രത്യേകത, ജിം കോർബറ്റ് എന്ന് പറയുന്ന ടൈഗർ റിസർവിലൂടെ ഒഴുകുന്ന ഒരു നദിയാണ് രാംഗംഗ അല്ലെ. ജിം കോർബറ്റ് ദേശീയോദ്യാനത്തിലൂടെ, ടൈഗർ റിസർവിലൂടെ ഒഴുകിപ്പോകുന്ന നദിയാണ് രാംഗംഗ. കാൺപൂർ മേഖലയിൽ വെച്ച് മറ്റൊരു നദി ഒഴുകി എത്തിച്ചേരുന്നുണ്ട്. ഗോംതി എന്ന് പറഞ്ഞൊരു നദിയാണ് അല്ലെ. ഗോംതി നദി, ഗോമതി എന്നൊക്കെ നമ്മൾ പറയും അല്ലെ. ഗോമതി നദി. ഈ ഗോമതി നദിയുടെ തീരത്താണ് കേട്ടോ നമ്മുടെ ലഖ്നൗ പട്ടണമൊക്കെ സ്ഥിതി ചെയ്യുന്നത്. സോ ഗോമതി നദി വന്നു. പാട്ന മേഖലയിൽ വെച്ച്, പാട്നയിൽ വെച്ച് നമ്മുടെ ഗംഗയിലേക്ക് ഒഴുകിയെത്തുന്ന പ്രധാനപ്പെട്ട നദികളിൽ ഒന്നാണ് കോസി നദി. കോസി, ഗഗ്ര നദി, വീണ്ടും നദികളുണ്ട്. എല്ലാം കൂടെ നമുക്ക് ഇവിടെ ഉൾക്കൊള്ളിക്കാൻ പ്രയാസമുണ്ട്. കോസി, ബീഹാറിന്റെ ദുഃഖം അല്ലെ, നേപ്പാൾ ഭാഗത്ത് നിന്നും ഉത്ഭവിച്ചു വരുന്ന ഒരു നദിയാണ് കോസി. അതേപോലെ തന്നെ തെക്ക് ഭാഗത്ത് നിന്നും ഒഴുകി വന്ന് പാട്നയ്ക്ക് സമീപം വെച്ച് നമ്മുടെ ഗംഗയിലേക്ക് ജോയിൻ ചെയ്യുന്ന നദിയുണ്ട്. ഈ നദിയുടെ പേരാണ് സോൺ. മധ്യപ്രദേശിലെ അമർകണ്ടക് റീജിയനിൽ നിന്നും അല്ലെ, ആ ഒരു ഭാഗത്ത് നിന്നും ഉത്ഭവിച്ചു വരുന്ന ഒരു നദിയാണ് സോൺ നദി. അതൊക്കെ പാട്ന ഏരിയയിൽ വെച്ചിട്ടാണ് നമ്മുടെ ഗംഗയിൽ ജോയിൻ ചെയ്യുന്നത്. ആ നദികൾ ജോയിൻ ചെയ്യുന്ന പാട്ന എന്ന് പറഞ്ഞ പ്രദേശത്താണ് ഇന്ത്യയിൽ ഗംഗ ഏറ്റവും കൂടുതൽ വീതിയിൽ ഒഴുകുന്നത് ഈ പാട്നയിൽ വെച്ചാണ്. ശേഷം ഈ നദി വീണ്ടും മുന്നോട്ട് പോവാണ്. ട്രിബ്യൂട്ടറീസ് പലതും വീണ്ടും ജോയിൻ ചെയ്യുന്നുണ്ട്. എല്ലാ ട്രിബ്യൂട്ടറീസും നമുക്ക് ഈ ഇമേജിൽ ഉൾക്കൊള്ളിക്കാനുള്ള പ്രയാസമുണ്ട്. കാരണം ഇപ്പോൾ തന്നെ ആകെ നിറഞ്ഞു അല്ലെ. ഇനിയും നമ്മൾ കൺഫ്യൂഷൻ ആക്കുന്നില്ല. സോ മറ്റ് ട്രിബ്യൂട്ടറീസ് എല്ലാം, മറ്റ് കാര്യങ്ങളെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സ്ലൈഡിലൂടെ നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, ഇപ്പൊ നമ്മൾ ഗംഗയുടെ പ്രധാനപ്പെട്ട ട്രിബ്യൂട്ടറീസ്, പ്രധാനപ്പെട്ട സിറ്റീസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ. ഇനിയും ഉണ്ട് നമുക്കതിൽ ആഡ് ചെയ്യാൻ ട്രിബ്യൂട്ടറീസ് ഉണ്ട്. കാരണം ഗാഗ്ര നദി, അതുപോലെ ഗണ്ഡക് നദി, നേപ്പാൾ ഭാഗത്ത് നിന്ന് വരുന്ന നദികളാണല്ലേ ഗാഗ്ര, ഗണ്ഡക്. സപ്തകോസി എന്ന് പറയുന്ന നദിയുടെ ഭാഗമായിട്ട് വരുന്ന അരുൺ നദി, അതുപോലെ വെസ്റ്റ് ബംഗാളിലെ ഡാർജിലിംഗ് ഏരിയയിൽ നിന്ന് വരുന്ന മഹാനന്ദ നദി. ഈ ഒരുപാട് നദീവ്യൂഹങ്ങൾ ചേരുന്ന ഒരു വലിയ പ്രധാനപ്പെട്ട നദിയാണ് നമ്മുടെ ഗംഗ. അപ്പൊ ഈ നദിയിലെ എല്ലാ ട്രിബ്യൂട്ടറീസും നമ്മൾ തൽക്കാലം ഈ ഒരു ചിത്രത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല. പക്ഷേ പരീക്ഷകളിൽ വരുന്ന മറ്റ് ചില പ്രധാന പോഷക നദികളെ ഞാൻ ഇവിടെ ഒന്ന് പരിചയപ്പെടുത്തുവാണ്. അതേതാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ആരംഭഘട്ടത്തിൽ വന്നിട്ടുണ്ടായിരുന്ന നമ്മുടെ അളകനന്ദ, ഉത്തരാഖണ്ഡിൽ നിന്നും വന്നിരുന്ന അളകനന്ദ.
ഈ അളകനന്ദയുടെ ചില ട്രിബ്യൂട്ടറീസിനെ നമ്മൾ പരിചയപ്പെടേണ്ടതുണ്ട്. നമുക്ക് നോക്കാം. ജസ്റ്റ് ആ അളകനന്ദയുടെ ട്രിബ്യൂട്ടറീസിനെ നമുക്കൊന്ന് പരിചയപ്പെടാൻ നോക്കൂ. ഉത്തരാഖണ്ഡിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഗ്ലേഷ്യർ ആയിരുന്നു ഇത് ശതോപാന്ത് അല്ലെ. ശതോപാന്ത്. ഈ ശതോപാന്ത് എന്ന് പറയുന്ന ഉത്തരാഖണ്ഡിലെ ഈ തടാകത്തിൽ നിന്നും ഉത്ഭവിച്ചു വരുന്ന ഒരു നദിയാണ് നമ്മുടെ ധൗളി ഗംഗ അല്ലെങ്കിൽ ധൂളി ഗംഗ. അതുപോലെ തന്നെ ശതോപാന്തിൽ നിന്നും ഉത്ഭവിച്ചു വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട നദിയാണ് വിഷ്ണു ഗംഗ. ഈ ധൂളി ഗംഗയും വിഷ്ണു ഗംഗയും കൂടെ ജോയിൻ ചെയ്യുവാണ്. ഇത് ജോയിൻ ചെയ്യുന്ന സ്ഥലത്തിന്റെ പേരാണ് എന്ത്? വിഷ്ണു പ്രയാഗ്. ഓക്കെ, ഈ വിഷ്ണു പ്രയാഗിൽ വെച്ച് ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്ത ശേഷം ഇത് അറിയപ്പെടുന്ന പേരാണ് എന്ത്? മന്ദാകിനി. അളകനന്ദ. ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ നദി ഏതായി മാറുന്നു? അളകനന്ദയായി മാറുന്നു. അങ്ങനെ അളകനന്ദ നദി ഫോം ചെയ്ത് അത് മുന്നോട്ട് പോവാണ്. അത് മുന്നോട്ട് പോകുമ്പോൾ അതിലേക്ക് അടുത്തൊരു പോഷക നദി ഒഴുകി വരുന്നത് കാണാം. ഈ നദിയുടെ പോഷക നദിയുടെ പേരാണ് പിണ്ടാർ നദി. പിണ്ടാർ വന്ന് ജോയിൻ ചെയ്യുന്നു. പിണ്ടാർ ജോയിൻ ചെയ്യുന്ന സ്ഥലത്തിന്റെ പേര് കർണപ്രയാഗ് എന്നാണ്. കർണപ്രയാഗ്. അങ്ങനെ കർണപ്രയാഗ് കഴിഞ്ഞ് ഈ നദി വീണ്ടും മുന്നോട്ട് പോകുന്നു. വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ ഇതിലേക്ക് മറ്റൊരു നദി കൂടെ കടന്നു വരുന്നത് കാണാൻ പറ്റും. ഈ നദിയും നമുക്ക് പരിചയമുണ്ട്. യെസ്, ഈ നദിയുടെ പേരാണ് മന്ദാകിനി. ഈ നദിയുടെ പേര് മന്ദാകിനി എന്നാണ്. നോക്കൂ, ഉത്തരാഖണ്ഡിലെ ശതോപാന്തിൽ നിന്ന് ധൂളി ഗംഗയും വിഷ്ണു ഗംഗയും, ഉത്തരാഖണ്ഡിലെ ശതോപാന്തിൽ നിന്ന് ധൂളി ഗംഗ വരുന്നു അല്ലെങ്കിൽ ധൗലി ഗംഗ വരുന്നു, വിഷ്ണു ഗംഗ വരുന്നു. രണ്ടും കൂടെ ജോയിൻ ചെയ്ത് എന്തായി മാറുന്നു? അളകനന്ദയായി മാറുന്നു. അളകനന്ദ വിഷ്ണു പ്രയാഗ് മുതലാണ് അളകനന്ദയായിട്ട് അറിയപ്പെടുന്നത്. മുന്നോട്ട് പോകുന്നു, പിണ്ടാർ വരുന്നു, മന്ദാകിനി വരുന്നു. ഈ മന്ദാകിനിയുടെ തീരത്താണ് കേട്ടോ കേദാർനാഥ് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ ശങ്കരാചാര്യരുടെ സമാധി സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് അല്ലെ കേദാർനാഥ്. അതോടെ ജോയിൻ ചെയ്ത് ഈ നദി മുന്നോട്ട് പോയിട്ട് എന്ത് ചെയ്യുന്നു? നമ്മുടെ ഭാഗീരഥിയിൽ ജോയിൻ ചെയ്യും. പിന്നീട് ഇത് എന്തായി മാറും? ഗംഗയായി മാറും. പിന്നീട് ഗംഗയായിട്ട് ഇത് മുന്നോട്ട് പോയിട്ട് എന്ത് ചെയ്യുന്നു? ഹരിദ്വാറിൽ വെച്ച് സമതലത്തിലേക്ക് പോവുകയാണ് അല്ലെ. സോ നമ്മൾ ഗംഗയുടെ ട്രിബ്യൂട്ടറീസ് നമ്മൾ കാണിച്ചു. ഇവിടെ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്യുന്നത്? ഇവിടെ നമ്മൾ ചർച്ച ചെയ്തത് അളകനന്ദ എന്ന് പറയുന്ന ആ തുടക്കത്തിൽ വന്ന നദി, അതിന്റെ പ്രധാനപ്പെട്ട ട്രിബ്യൂട്ടറീസ്, അതിന്റെ പ്രധാനപ്പെട്ട സംഗമ സ്ഥലങ്ങളുമാണ് വിഷ്ണുപ്രയാഗ്, കർണപ്രയാഗ്. ഇതൊക്കെയാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത്? ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ക്ലിയർ? അപ്പൊ ഗംഗാ നദിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ എക്സാമിൽ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഒരു പ്രൊജക്റ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 2014 ജൂൺ മാസം ഭാരത സർക്കാർ അംഗീകരിച്ച ഒരു പ്രൊജക്റ്റ് എന്തായിരുന്നു? നമാമി ഗംഗ. പരീക്ഷകളിൽ നിങ്ങൾ നിരന്തരം കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ, നമാമി ഗംഗ. എന്താണ് നമാമി ഗംഗ? നമ്മുടെ ദേശീയ നദിയായ ഗംഗയുടെ മലിനീകരണം കുറയ്ക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയിരിക്കുന്ന ഒരു പ്രൊജക്റ്റാണ് ഇത്, നമാമി ഗംഗ. എന്തൊക്കെയാണ് ഈ പദ്ധതിയുടെ ഉദ്ദേശങ്ങൾ? യെസ്, നോക്കാം. മലിനജല ശുദ്ധീകരണ സംവിധാനങ്ങൾ, നദീമുഖ വികസനം, നദീ ഉപരിതല ശുചീകരണം, ജൈവ വൈവിധ്യം, വനവൽക്കരണം, പൊതുജന ബോധവൽക്കരണം, വ്യവസായങ്ങളിൽ നിന്നും പുറന്തള്ളുന്ന മാലിന്യങ്ങളുടെ നിരീക്ഷണം, ഗംഗാഗ്രാമം. ഈ ഒരു ഉദ്ദേശത്തോടു കൂടി 2014 കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയിരിക്കുന്ന പദ്ധതിയുടെ പേരാണെന്ത്? നമാമി ഗംഗ എന്ന കാര്യവും കൂടെ ഓർത്തുവെക്കുക. ക്ലിയർ? സോ നമ്മൾ ഗംഗയെക്കുറിച്ച് നമ്മളിവിടെ ചർച്ച ചെയ്തു. ഒരു കാര്യം മനസ്സിലാക്കുക, ഗംഗ നമ്മളിവിടെ പൂർത്തീകരിച്ചിട്ടില്ല, പൂർണ്ണമല്ല. നമ്മളിവിടെ ഉദ്ദേശിച്ചത് എന്താണ്? നമ്മൾ പഠിക്കുന്ന മെത്തേഡ് എന്താണ്? നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ഭാഗം നമ്മൾ ക്രാക്ക് ചെയ്യുന്നത്? സോ അതിനൊരു ഡെമോ മാത്രമാണിത്. ഇനിയുമുണ്ട് ഗംഗയുടെ
ട്രിബ്യൂട്ടറീസ് ഗാഗ്ര നദി, ഗണ്ഡക് നദി, മഹാനന്ദ നദി, അരുൺ നദി. ട്രിബ്യൂട്ടറീസ് ഒരുപാടുണ്ട്. അത് ഒഴുകുന്ന സ്ഥലങ്ങൾ, അത് ഉത്ഭവിക്കുന്ന സ്ഥലങ്ങൾ തുടങ്ങിയ ഫാക്റ്റുകളൊക്കെ എന്ത് ചെയ്യാനുണ്ട്, നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. സോ നമുക്ക് ഈ നദികളുമായിട്ട് ബന്ധപ്പെട്ട വിശദമായ കാര്യങ്ങൾ ക്ലാസ്സുകളിലൂടെ നമുക്ക് ഇനിയും പഠിക്കാനുണ്ട്. സോ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഭാഗം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയാലോ? നമുക്കിതുകൊണ്ട് ഉപയോഗം ഉണ്ടായിട്ടുണ്ടോ? ചോദ്യങ്ങളുടെ ഉത്തരവൊക്കെ നമുക്ക് കിട്ടുന്നുണ്ടോ എന്നൊന്ന് നോക്കാം അല്ലേ? യെസ്. ഇന്ത്യയുടെ ദേശീയ നദി ഏത് എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ ദേശീയ നദി യമുന, ഗംഗ, ഗോദാവരി, നർമ്മദ. നോ ഡൗട്ട് ഏതാണ്? അത് ഗംഗയാണ് അല്ലെ? ഇന്ത്യയുടെ ദേശീയ നദി എന്ന് അറിയപ്പെടുന്നത് ഗംഗയാണ്. ദ സെക്കൻഡ് വൺ, ഗംഗയുടെ ആകെ നീളം എത്ര? ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, ഇതൊരു ഫാൻസി നമ്പറാണ്. 2525 കിലോമീറ്റർ ആണ് ഗംഗയുടെ നീളം. ഗംഗയുടെ പ്രധാന ഉറവിടമായി കണക്കാക്കപ്പെടുന്ന ഹിമാനി ഏത്? സിയാച്ചിൻ ആണോ, ഗംഗോത്രി ആണോ, യമുനോത്രി ആണോ, ശതോപന്ത് ആണോ? അതേതാ? അത് ഗംഗോത്രിയാ അല്ലേ? ഓക്കെ, ഗംഗോത്രി ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി അളകനന്ദ, ഭാഗീരഥി, മന്ദാകിനി, യമുന. ഗംഗോത്രിയിൽ നിന്നും ഉത്ഭവിക്കുന്ന ഏതാണ്? ഭാഗീരഥി. ഭഗീരഥിയും അളകനന്ദയും സംഗമിക്കുന്ന സ്ഥലം, ജോയിൻ ചെയ്യുന്ന സ്ഥലം ഏതാണ്? അത് ദേവപ്രയാഗാണ് അല്ലെ? ഓക്കെ, ദേവപ്രയാഗിൽ ഏതൊക്കെ നദികളാണ് സംഗമിച്ച് ഗംഗ രൂപം കൊള്ളുന്നത്? ഭാഗീരഥിയും അളകനന്ദയും. ഗംഗ സമതലത്തിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലം ഏതായിരുന്നു? അത് ഹരിദ്വാർ അല്ലെ? ഗംഗ സമതലത്തിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലമാണ് ഹരിദ്വാർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഫറാക്ക ബാരേജ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതെന്നാണ്? ഫറാക്ക ബാരേജ് ഏത് സ്റ്റേറ്റിലാണ്? ബീഹാർ, ജാർഖണ്ഡ്, ബംഗാൾ ആൻഡ് UP, ഉത്തർപ്രദേശ്. എവിടെയായിരുന്നു? വെസ്റ്റ് ബംഗാളിലല്ലേ ഫറാക്ക ബാരേജ് സ്ഥിതി ചെയ്യുന്നത്? ആണല്ലേ? സോ വെസ്റ്റ് ബംഗാളിലെ ഫറാക്ക ബാരേജും ബാരിക്കേഡും നമ്മൾ കണ്ടു. സോ നമ്മൾ കുറച്ച് ചോദ്യം അല്ലെ, വളരെ ലിമിറ്റഡ് ആയുള്ള ക്വസ്റ്റ്യൻസ് നമ്മളൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കിയതാണ്. ഈ ഒരു ഭാഗത്ത് നിന്ന് എങ്ങനെയാണ് ചോദ്യം ചോദിച്ചാൽ നമുക്ക് കിട്ടുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി അല്ലേ? പക്ഷേ NCERTയിലേക്ക് കൂടെ നമ്മൾ വരുവാണെങ്കിൽ ഗംഗ ഒന്നുകൂടെ വൈഡായിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. സോ അതൊക്കെ നമുക്ക് ക്ലാസ്സിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, വിശദമായിട്ട് നമുക്ക് പഠിക്കാം. സോ നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ബാക്കിയുണ്ട് അല്ലേ? ഗംഗയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ച വർഷം ഏത്? 2005, 2008, 2010 ആൻഡ് ഫൈനലി 2014. ഏതാണ് ആൻസർ? 2008 നവംബർ മാസം അല്ലേ ഗംഗയെ ഇന്ത്യ ദേശീയ നദിയായിട്ട് പ്രഖ്യാപിച്ചത്. ഓക്കെ, അപ്പൊ നോക്കൂ, നമ്മുടെ ഏകദേശം നമ്മുടെ പ്ലാൻ അല്ലെ, നമ്മുടെ ഒരു പഠന രീതി എന്താണെന്ന് നമ്മളിവിടെ കാണിച്ചു. സോ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ പുതിയ ബാച്ചുകളിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കുക. നമ്മുടെ ബാച്ചിന്റെ ഡീറ്റെയിൽ, അതിന്റെ ഫീസ് സ്ട്രക്ചർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു സ്ലൈഡിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വെരിസ് LGSന്റെ 2.0 ബാച്ച് ഇതാ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. LDC 2.0 ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. യൂണിഫോം അതുപോലെ തന്നെ ഡിഗ്രി പ്രിലിംസ് LDC LGS കോംബോ ബാച്ചുകളും നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഓരോ ബാച്ചിന്റെയും ഡ്യൂറേഷൻ പ്ലസ് അതിന്റെ കോഴ്സ് ഫീ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഇനി നിങ്ങൾ സമയം കളയരുത്, എത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, നിങ്ങളുടെ ബാച്ചുകൾ നിങ്ങൾ ചൂസ് ചെയ്യുക. ആ ബാച്ച് ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതാ മറ്റൊരു ഓഫറുമായിട്ട് വന്നിരിക്കുവാണ്. 50% ഡിസ്കൗണ്ടുമായിട്ട് സൈലം നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുവാണ്. ഇനി സമയം കളയണോ? വേണ്ട, എത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. സോ നമുക്ക് ക്ലാസ്സുകളിൽ കാണാം. ഓൾ ദി ബെസ്റ്റ്.